ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാറിൻ്റെ ബാലൻസ്, വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഞാനിന്ന് ബാലൻസിങ്ങിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇത് ബാലൻസ് മെഷീനിൽ ഞാൻ എൻ്റെ ഒരു കാറിൻ്റെ വെയിറ്റ് എല്ലാം കളഞ്ഞിട്ട് ടയർ വെച്ചേക്കാണ്. ഇതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രോപ്പറായിട്ടുള്ള ബാലൻസ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. എപ്പോഴും ബാലൻസ് ചെയ്യുമ്പോൾ റോഡ് ഫോഴ്സ് ഉൾപ്പെടെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. നമ്മൾ വീടുകളിലൊക്കെ കുറേ നാൾ നിർത്തിയിട്ടങ്ങനെ കാറുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് റോഡ് ഫോഴ്സ് ഉൾപ്പെടെ ചെയ്യണം. കാരണം ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ വണ്ടി അങ്ങനെ നിർത്തിയിട്ടേക്കുകയാണെങ്കിൽ നമുക്ക് ടയറിന് വൈബ്രേഷൻ, പിന്നീട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു 90 എബോവ് കയറുമ്പോൾ നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതൊക്കെ എങ്ങനെ മാറ്റാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് തന്നെ നമ്മൾ ടയർ ബാലൻസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡൈമെൻഷൻ നമ്മൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അപ്പർ സൈഡും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടയർ പ്രഷർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മളെങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനാണ് ഈ കവർ ഇതിലേക്ക് ഫുള്ള് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും. ഇത് നമ്മളിപ്പോൾ റോഡ് ഫോഴ്സ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ ചെയ്യുമ്പോഴാണെങ്കിൽ എവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് ബാലൻസിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നിടത്ത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടയർ വീർ വരാനുള്ള സാധ്യതയുണ്ട്, വൈബ്രേഷൻ കാര്യങ്ങൾ വരും. നമ്മൾ റോഡ് ഫോഴ്സ് ചെക്ക് ചെയ്യുകയാണ്. റോഡ് ഫോഴ്സ് ചെക്കിങ് കഴിഞ്ഞ് ഇനി നോർമലായിട്ടുള്ള ടയറിൻ്റെ അതിൻ്റെ കണ്ടീഷൻ നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് റോഡ് ഫോഴ്സ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. റോഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ 9.1 എബോവ് ആണെങ്കിൽ റോഡ് ഫോഴ്സ് വരും. നമ്മൾ റോഡ് ഫോഴ്സ് മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ റോഡ് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഈ മാർക്കിങ്ങിൻ്റെ കൂടെ 40 ഗ്രാം വെയിറ്റ് അടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റ് 40 ഗ്രാം വെയിറ്റ് അടിച്ചു. ഇനി വീണ്ടും നമ്മൾ കവർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ റൊട്ടേഷനുള്ള എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും വെയിറ്റ് ആഡ് ചെയ്യണോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടയർ ബാലൻസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ.